CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ തുറപ്പിച്ചിട്ടായിട്ടുള്ള കോറോ സിംഗിനെ മറ്റൊരു ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ISL സെമി ഫൈനലിനെ കുറിച്ചും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ 2 താരങ്ങളുടെ ട്രാൻസ്ഫറിനെ കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമുക്കറിയാം നിലവിൽ ISL നല്ല രീതിയിൽ തന്നെ വാശിയേറിയ മാച്ചാണ് നടക്കാറുള്ളത് എന്നുള്ളത്. ഏതായാലും സെമി ഫൈനലിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ എഫ്സിയും കൂടാതെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ബാംഗ്ലൂരു എഫ്സിയും FC ഗോവയുമാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഏതായാലും സെമി ഫൈനലിൽ ഏതൊക്കെ ടീമിനെ നേരിടുമെന്ന് നമുക്കൊന്ന് നോക്കാം. ജംഷഡ്പൂർ FC ആണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ആയിരിക്കും നേരിടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വളരെയധികം പ്രത്യേകത നിറഞ്ഞൊരു മത്സരം കൂടിയാണ്. അതോടൊപ്പം ബാംഗ്ലൂരു FC നോക്കുകയാണെങ്കിൽ അവർ FC ഗോവയായിരിക്കും നേരിടുക എന്നുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് അഥവാ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ FC ഗോവയ്ക്കെതിരായുള്ള മത്സരം ബാംഗ്ലൂരു FC വിജയിക്കുകയും ജംഷഡ്പൂർ FCക്കെതിരായുള്ള മത്സരം മോഹൻ ബഗാൻ വിജയിക്കുകയും അതിനുശേഷം ഫൈനലിൽ ബാംഗ്ലൂരു FC വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരമായിരിക്കും ഉണ്ടാവുക. അതിൽ മോഹൻ ബഗാൻ വിജയിച്ച് വിന്നർ ആവുമെന്നാണ് എൻ്റെ ഒരു ഊഹം എന്നുള്ളത്. ഏതായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടമേറുന്ന ഒരു കാര്യമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ കാര്യം എന്നുള്ളത്. നമുക്കറിയാം ഈ ഒരു സീസണിൽ ഇവിടെ വരെ നോർത്ത് ഈസ്റ്റിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അലാദീൻ അജാരിയ എന്നുള്ള ആ ഒരു പ്ലെയർ തന്നെയായിരുന്നു. അവർക്ക് വേണ്ടി എല്ലാ മത്സരങ്ങളും അദ്ദേഹം ഗോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓർക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം എന്നുള്ളത്. അത്രയും നല്ല രീതിയിൽ ടീമിന് വേണ്ടി കളിച്ചിട്ടും അവസാന നിമിഷം ക്വാളിഫൈ ആവാത്തതിൻ്റെ ആ ഒരു വിഷമം ഏതൊരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഏതായാലും അലാദീൻ അജാരിയെ ഒരു കാരണവശാലും തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒരു ടീമിലേക്കും തന്നെ വിട്ടുകൊടുക്കില്ല എന്ന് ഇതിനോടുകൂടി നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. കാരണം ഈ ഒരു സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇവിടെ വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് അലാദീൻ അജാരിയ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയറെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള കോറോ സിംഗിനോടനുബന്ധിച്ചുള്ളതാണ്. കോറോ സിംഗ് എന്നുള്ള താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും കൂടാതെ തന്നെ ഒരുപാട് ഗോൾ കോൺട്രിബ്യൂഷനും നല്ല രീതിയിൽ തന്നെ അസിസ്റ്റുകളും നൽകിയ ഒരു പ്ലെയറാണ് കോറോ സിംഗ് എന്നുള്ളത്. കൂടാതെ തന്നെ ISL നല്ല രീതിയിലുള്ള ഒരു ഹിസ്റ്ററിയും അഥവാ ഒരു ചരിത്രവും അദ്ദേഹത്തിന് റെക്കോർഡും ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രകാരം ഒരു യൂറോപ്യൻ ക്ലബിന് അദ്ദേഹത്തിന് മേലെ ഒരു കണ്ണുണ്ട്, അഥവാ അദ്ദേഹത്തെ റാഞ്ചാൻ അവർ റെഡിയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള അഥവാ ഫോർവേഡ് സൂപ്പർ താരമായിട്ടുള്ള കോറോ സിംഗിനെ സ്വന്തമാക്കുവാൻ വേണ്ടി നിലവിൽ ഡാനിഷ് സൂപ്പർ ലീഗ ടീമായിട്ടുള്ള ബ്രെഡ്ബി IF എന്നുള്ള ടീമാണ് നിലവിൽ ആ ഒരു താരത്തെ ടീമിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 18-കാരനായിട്ടുള്ള ഈ ഒരു താരം 17 ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. 2 ഗോളുകളും 4 അസിസ്റ്റും ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയധികം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു താരത്തെ ഏത് ടീമാണെങ്കിലും ഒന്ന് കണ്ണുവെച്ച് പോകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നത് നമുക്ക് വിശ്വസിക്കാം. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിനോടനുബന്ധിച്ചുള്ളതാണ്. സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടാണ് നിലവിൽ നല്ല രീതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരുങ്ങുന്നതും. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാലയും സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അഥവാ സൂപ്പർ കപ്പ് എത്രയും പെട്ടെന്ന് എത്താനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിനോടനുബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരം വരുന്നത് ISL വമ്പന്മാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായിക്കൊണ്ടാണ്. ഏതായാലും ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയം കണ്ടു തുടങ്ങുകയാണെങ്കിൽ പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാലയ്ക്കും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമംഗങ്ങൾക്കും നല്ല രീതിയിൽ ഒരു വാല്യൂ ആരാധകർ ഉണ്ടാക്കുന്നതാണ്. ഈ അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡിഫൻസിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മിലോസ് റിൻസിജിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ കഴിഞ്ഞ സീസണിലേതുപോലെയൊന്നും അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം എന്തായാലും അടുത്ത സീസൺ തുടങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ മിലോസ് റിൻസിജിനുള്ള ആ ഒരു മോണ്ടറിംഗറിൻ ഡിഫൻഡ് താരം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫോം കുറവ് തന്നെയാണ് അതിന്റെ കാരണം എന്നുള്ളതും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും മിലോസ് റിൻസിജ് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.